ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ മൂന്നാമത്തെ പെണ്ണായതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ, കാരണം സാധാരണ ക്രിസ്ത്യാനികൾക്ക് പ്രസവിച്ച് 40-ാം ദിവസം പള്ളിയിൽ പോയിട്ടേ പിന്നെ ജോലിക്ക് പോകാനോ പുറത്ത് പോകാനോ ഒക്കെ പറ്റത്തുള്ളൂ സ്ത്രീകൾക്ക്. അപ്പം 40-ൻ്റെ അന്ന് പള്ളിയിൽ പോയിട്ട് എന്നെയും കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ അമ്മയുടെ ചേച്ചി, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഒരു അംഗവൈകല്യമുള്ളതാണ്. ചേച്ചി ചോദിച്ചു, ഒന്ന് പെണ്ണിനെ പ്രസവിച്ചുകൊണ്ട് എല്ലാം പെണ്ണിനെയും പ്രസവിച്ചിട്ട് വന്നാൽ ഇവിടെ വല്ലതും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ ബസ്സിന് പൈസയൊന്നുമില്ല, നമ്മൾ നടന്നാണ് പോകുന്നത്. ഒരു 2-3 ഗ്രാമം കഴിഞ്ഞാണ് ഈ സ്കൂൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകണം. ഇപ്പോൾ ഈ മഴ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അന്ന് ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ് അവിടെ പോകും. അപ്പോൾ ഒരു യൂണിഫോം അവിടെ കൊണ്ട് വെക്കണമെന്ന് പറയാം. പക്ഷേ ആകെ 2 യൂണിഫോമേ നമുക്ക് വാങ്ങിച്ചു തരും വീട്ടിൽ. ഒന്നിട്ടിട്ട് പോകും, അത് അടുത്ത ദിവസത്തേക്ക് നനച്ചിട്ടിട്ടാണ് നമ്മൾ അടുത്ത ഇടുന്നത്. അപ്പോൾ അങ്ങനെ നനച്ചിട്ട് മാറി മാറിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരെണ്ണം സ്കൂളിൽ കൊണ്ട് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ മഴ നനഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ മാറാൻ. പക്ഷേ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂണിഫോം ഉണങ്ങുന്നവരെ നമ്മൾ പുറത്ത് നിൽക്കണം. പുറത്തു നിന്നാണ് ക്ലാസ്സിൽ, അത് ഉണങ്ങിക്കഴിഞ്ഞാലേ അകത്ത് കയറാൻ പറ്റും. അപ്പം ഞാൻ ഒരുപാട് വായിക്കും. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അതൊരു വനിതാ ലൈബ്രറി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പിന്നെ പത്രം വരും. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് രാവിലെ പത്രം വായിക്കും, പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പുസ്തകം വായിക്കും. അങ്ങനെ ഒരുപാട് ഈ AKGയിലെ EMSൻ്റെയൊക്കെ പുസ്തകങ്ങളുണ്ട് അവിടെ. അതേപോലെ ഈ അമ്മ അറിയാൻ, മാർസിൻ ഗോർക്കിയുടെ അമ്മ അറിയാൻ, അങ്ങനെയുള്ള പിന്നെ ഈ മനുഷ്യനുണരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഗോദാവരി പർലേക്കർ എഴുതിയ ആദിവാസികളുടെ സമരം. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. ഒരുപാട് നോവലുകളെക്കാളും ഞാൻ ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, നമ്മളിങ്ങനെ നിന്നാൽ മതിയോ, നമ്മുടെ നാട്ടിലും ഇതൊക്കെ മാറ്റം വേണ്ടേ.